ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദു മോനെ ആശ്വാസപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നന്ദ. മോനെ നീ കരയല്ലേ, നിൻ്റെ അച്ഛനൊരു ആപത്തും പറ്റിയിട്ടില്ല, അച്ഛൻ എത്രയും പെട്ടെന്ന് സുഖമാകും കേട്ടോ. പിന്നെ എന്താ ഡോക്ടർ ആൻറ്റി, എൻ്റെ അച്ഛൻ കണ്ണ് തുറക്കാത്തത് എന്താണ് എന്നൊക്കെ ചോദിക്കുക. അതെ, അച്ഛൻ ഉടനെ തന്നെ കണ്ണു തുറക്കുമല്ലോ, മോൻ സങ്കടപ്പെടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗൗതം പതിയൊന്ന് കണ്ണു തുറക്കുകയാണ്. കണ്ണ് തുറന്ന് ചുറ്റുപാട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും താനിത് എവിടെയാണെന്നോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പതിയെ എണീക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഗൗതത്തിന് എണീക്കാനായിട്ട് പറ്റുന്നില്ല. ഗൗതത്തിന് ഭയങ്കരേറെ വയറുവേദന. അപ്പോൾ നമ്മുടെ നന്ദ വരികയാണ്. അപ്പം നന്ദ വന്ന് ചോദിക്കണം, എങ്ങനെയുണ്ട് ഗൗതം സാർ, ഇപ്പോൾ വേദന കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ എവിടെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല, അല്ല എന്നെ ഒന്ന് പിടിച്ചൊന്ന് ഇരുത്താവോ, അതിനെന്താ പിടിച്ചിരുത്താലോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തെ അങ്ങോട്ട് പിടിച്ച് ചാരി ഇരുത്തുകയാണ്. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഗസ്റ്റ് ഹൗസിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുപോയാൽ മതിയായിരുന്നു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, ഇത് ശരിയാവില്ല. അയ്യോ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല, ദേ ഞാനിപ്പോൾ ഡോക്ടറല്ലേ, അപ്പോൾ ഡോക്ടറും പേഷ്യൻറ്റും അങ്ങനൊരു ഇതിൽ കരുതിയാൽ പോരെ, എമർജൻസി ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷനൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. വേണ്ട, എന്നാലും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു, എന്നെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം അവിടെ നിന്ന് ചാടി ഇറങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. ഗൗതം സാർ ഇതെന്താ കാണിക്കുന്നത്, ഇങ്ങനെ ചാടി ഇറങ്ങല്ലേ, ചാടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും, വയറിനാണ് കുത്തേറ്റിരിക്കുന്നത്, നല്ല മുറിവുണ്ട്, അത് റെസ്റ്റ് എടുത്താൽ മാത്രമേ മാറുള്ളൂ, റെസ്റ്റ് എടുക്കാതെ എനിക്ക് നിങ്ങളെ എങ്ങോട്ടും വിടാനായിട്ട് പറ്റില്ല, ഒരാഴ്ചയെങ്കിലും ഇവിടെ കിടന്നേ മതിയാവുള്ളൂ. ഇല്ല പറ്റില്ല, എനിക്കിവിടെ കിടക്കാനായിട്ട് സാധിക്കുകയില്ല, എനിക്ക് പോയേ മതിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കരമായിട്ടും ബഹളം വെക്കുകയാണ്. അപ്പോൾ ഈ നന്ദയാണെങ്കിൽ ഗൗതത്തെ പിടിച്ച് നിർത്തുകയാണ്. ഗൗതം സാർ ഒന്ന് അടങ്ങിയിരിക്കുക, അങ്ങനെ വേദന, അയ്യോ എൻ്റെ വയറ് വേദനിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നന്ദയുടെ തോളിലൊക്കെ അങ്ങോട്ട് കിടക്കുകയാണ്. അപ്പോൾ നന്ദയാണെങ്കിൽ ഗൗതത്തെ ആശ്വാസപ്പെടുത്തുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ കുഞ്ഞാണെങ്കിൽ നന്ദുമോൻ നേരെ പിങ്കിയെ വിളിക്കുകയാണ്. എന്താ മോനെ, എന്താ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ എന്താ പപ്പയ്ക്ക് എന്ത് പറ്റി, പപ്പയ്ക്ക് വലിയൊരു അപകടം പറ്റി, അമ്മ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. അപ്പോൾ എന്താ മോനെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര വെപ്രാളപ്പെടുക പിങ്കി ആകെ പേടിച്ചു പോയി. അപ്പോൾ കൊച്ച് ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും അവിടെ തുറന്നടിച്ച് പറയുകയാണ്. ഇത് കേട്ട പിങ്കി ആണെങ്കിൽ മോനെ നീ സങ്കടപ്പെടേണ്ട, എത്രയും പെട്ടെന്ന് അമ്മ അവിടെ എത്തിക്കോളാട്ടോ, അതെ പപ്പയ്ക്ക് ഒരു ആപത്തും സംഭവിക്കില്ല, ഡോക്ടർ ആൻറ്റി അവിടെ ഇല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഡോക്ടർ ആൻറ്റി പപ്പയെ നോക്കിക്കൊണ്ടിരിക്കുക, പപ്പയ്ക്കൊന്നുമില്ലെന്നാണ് ഡോക്ടർ ആൻറ്റി പറഞ്ഞിരിക്കുന്നത്, എന്നാലും എനിക്ക് അമ്മയെ കാണണം, എത്രയും പെട്ടെന്ന് അമ്മ വാ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചു വാശി പിടിക്കണം, എത്രയും പെട്ടെന്ന് വന്നാളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി പോകാനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എടുക്കുകയാണ്. അപ്പോൾ ലക്ഷ്മി വരികയാണ്. അപ്പോൾ ലക്ഷ്മി ചോദിക്കണം, മോളെ നീ പോകാനായിട്ട് റെഡിയായോ? അത് പിന്നെ ചെറിയമ്മായി എനിക്ക് സുമംഗലാപ്പച്ചിയുടെ അടുത്ത് പോകാനായിട്ട് പറ്റില്ല. അതെന്താ മോളെ, സുഖമില്ലാത്തത് കൊണ്ടല്ലേ മോളെ വിളിച്ചത്, അതെന്നിട്ട് ഇപ്പോൾ പോകാൻ പറ്റില്ലെന്ന് പറയുന്നത്? അത് പിന്നെ എനിക്ക് ശാന്തിപുരത്തേക്ക് എത്രയും പെട്ടെന്ന് പോകേണ്ടി വന്നു, അവിടെ ഒരു എമർജൻസി കേസ്. എമർജൻസി കേസോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് പിന്നെ നന്ദുമോൻ എന്നെ വിളിച്ചായിരുന്നേ, നന്ദുമോൻ പറഞ്ഞു അമ്മ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വരണമെന്ന്. മോളെ എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നന്ദുമോൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് ആകെ പേടി. ഗൗതത്തിന് ഇങ്ങനൊരു അപകടം പറ്റിയെന്നുള്ളൊരു കാര്യം ഇനി ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് വേദനിക്കുമോ എന്നുള്ളൊരു ചിന്ത പിങ്കിയുടെ മനസ്സിലേക്ക് പോവുകയാണ്. അത് പിന്നെ അതെ ചെറിയമ്മായി അവിടെ നന്ദുമാൻ വിളിച്ച് പറഞ്ഞതേ, ഡോക്ടർ പറഞ്ഞു എന്ന് അമ്മയും കൂടെ വേണം, എന്നാലേ ചികിത്സ ആരംഭിക്കാനായിട്ട് പറ്റുള്ളൂ, അമ്മയില്ലാതെ ഒരു കാര്യം നടക്കില്ലെന്ന് അവർ പറഞ്ഞത്. ഓ അതാണോ കാര്യം, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോകണം. പിന്നെ സുമംഗലയോട് ഞാൻ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞോളാം, സുമംഗലങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുക തന്നെ ചെയ്യും. അപ്പോൾ മഹിയും വരികയാണ്. മോളെ അപ്പം നീ ശാന്തിപുരത്തേക്ക് പോവുകയാണോ, ഞങ്ങളും കൂടെ വരണോ? അതിൻ്റെ കാര്യമൊന്നുമില്ല ഇല്ലേ മാവ, ഞാൻ പൊയ്ക്കോളാം. അയ്യോ കാറിൽ മോൾ അത്രയും ദൂരം തനിച്ച് പോകണ്ടേ, അതൊന്നും സാരമില്ല, ഞാൻ വേറൊരു കാറ് അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ഇതേ ടാക്സി വന്നെന്നാണ് തോന്നുന്നത്, എന്നാൽ പിന്നെ ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് വരട്ടെ. ശരി മോളെ എന്നാൽ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് ഇറങ്ങുക. പിങ്കി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ്റെ, ദൈവമേ പിങ്കി മോൾക്ക് ഒരു ആപത്തും വരുത്തരുതേ, അവളെ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണേ എന്നും പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തിന് കുറച്ച് ആശ്വാസമൊക്കെ തോന്നി. അങ്ങനെ ഗൗതത്തെ ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇനി ഗൗതത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അവിടെ ആയിക്കോട്ടെ എന്നൊക്കെ ചിന്തിച്ച്. അപ്പോൾ ഞാൻ നന്ദ ചോദിക്കുകയാണ്. അപ്പോൾ നന്ദയുണ്ട് നമ്മുടെ, അതേപോലെ തന്നെ നന്ദുമോനും ഉണ്ട്. അപ്പോൾ നന്ദ ചോദിക്കുകയാണ്, ഇപ്പം എങ്ങനെയുണ്ട്, ആശ്വാസമൊക്കെ ഉണ്ടോ? ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ, എനിക്ക് വേണ്ടി ഇത്രയും ഹെൽപ്പൊക്കെ ചെയ്തല്ലോ, പിന്നെ ഈ ഷർട്ടും എനിക്ക് മേടിച്ചു തന്നല്ലോ, അതിനൊരുപാട് നന്ദിയുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഗൗതം സാർ, കാരണം നിങ്ങളെൻ്റെ പേഷ്യൻ്റ് അല്ലേ, അപ്പോൾ ഡോക്ടറിൻ്റെ ഒരു കടമ അത്രയും ഞാൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.
ആ എന്നാലും അങ്ങനെയല്ലല്ലോ, ഡോക്ടറിൻ്റെ പേഷ്യൻ്റ് എൻ്റെ മോനല്ലേ. ഹാ, അപ്പോൾ പേഷ്യൻറ്റിൻ്റെ അച്ഛനും പേഷ്യൻ്റ് ആകാൻ ദേ അധികം താമസം ഉണ്ടാവില്ലെന്ന് ഇപ്പം മനസ്സിലായില്ലേ ഗൗതം സാറിന്. ഇപ്പോൾ ഗൗതത്തിന് കാര്യങ്ങളെല്ലാം ബോധ്യമായി. ഇനിയിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുക്കണം. ഇവിടെ റെസ്റ്റ് എടുത്താൽ മാത്രമേ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തന്നോളാം എന്ന് നന്ദ പറയുക. അങ്ങനെ നമ്മുടെ നന്ദുമോനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഓടി ചെന്നിട്ട് അമ്മയെ വിളിക്കണം, അമ്മയെ പുറപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ പിങ്കി പറയണം, മോനെ ഞാൻ പുറപ്പെട്ടു മോനെ, ഉടനെ തന്നെ അവിടെ എത്തും, എങ്ങനെയുണ്ട് ഡാഡിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡാഡിക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ദേ ഡാഡിക്ക് ഇപ്പം നല്ല ആശ്വാസമുണ്ട്, ഡോക്ടർ ആൻറ്റി ഡാഡിയെ നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഡോക്ടർ ആൻറ്റിയുടെ കയ്യിലേക്കൊന്ന് ഫോൺ കൊടുക്കോ? ഇല്ല, ഡോക്ടർ ആൻറ്റി റൂമിലാണ്, ഡോക്ടർ ആൻറ്റിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കാൻ പറ്റില്ലല്ലോ മമ്മി. എങ്കിലേ ഡോക്ടർ ആൻറ്റിയോട് പറയണം, ദേ അമ്മയുടെ ഒരുപാട് നന്ദിയുണ്ടെന്നും ഒരു ഗിഫ്റ്റ് അമ്മ കരുതി വെച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ആൻറ്റിയോട് പറയണം കേട്ടോ. ആ ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് എത്തണേ എന്നും പറയുകയാണ്. അങ്ങനെയും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിങ്കി ആണെങ്കിൽ ആശ്വാസത്തോടെ ഇരിക്കുകയാണ്. എൻ്റെ ദൈവമേ, എനിക്ക് അർജുനെ നഷ്ടപ്പെട്ടു, ഇനി ഗൗതം കൂടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഏതായാലും അദ്ദേഹത്തിന് ഒരു ആപത്തും ഇല്ലെന്ന് നീ അറിയിച്ചല്ലോ, അതിനെ വളരെയേറെ നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി ഭയങ്കരേറെ പ്രാർത്ഥനയിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം നല്ല ഉറക്കുക. അപ്പോൾ ഗൗതം നല്ല ഉറങ്ങുന്ന സമയത്ത് ഓടി നേരെ ഈ നന്ദയാണെങ്കിൽ ഓടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നിർമ്മലിനെ വിളിക്കുകയാണ്. നിർമ്മലെ, നീ എത്രയും പെട്ടെന്ന് ഗസ്റ്റ് ഹൗസിലേക്ക് വരണം. ഗസ്റ്റ് ഹൗസിലേക്കോ? അപ്പം നന്ദ ഇപ്പോൾ അവിടെയാണോ? അതെ, ഞാൻ അവിടെ തന്നെയാണ്, എത്രയും പെട്ടെന്ന് വന്നേ മതിയാവുള്ളൂ. ഞാനെന്തിനിപ്പോൾ അങ്ങോട്ട് വരുന്നത്, എന്തെങ്കിലും കാര്യമുണ്ടോ? ആ, ഗൗതം സാറും നന്ദുമോനും കൂടി എന്നെ വീട്ടിൽ കാണാൻ വന്നായിരുന്നു. പിന്നെ അവിടെ ഉണ്ടായ സംഭവങ്ങൾ മുഴുവനും നിർമ്മലിനോടും പറയുകയാണ് നന്ദ. ഇത് കേട്ട നിർമ്മലാകെ പേടിച്ചു പോവുകയാണ്. ശരി നന്ദ, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ സമയം തന്നെ നമ്മുടെ പിങ്കിയും എത്തി. അപ്പോൾ പിങ്കി ആണെങ്കിൽ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് ചെന്ന് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗൗതം നല്ല ഉറക്കുക. ഗൗതൻ്റെ ആ കിടപ്പൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് സഹിക്കാൻ പറ്റില്ല. പിങ്കി ഓടി ചെന്നിട്ട് എന്താ ഗൗതം പറ്റിയത്? ഗൗതത്തിന് ഒരാപത്ത് പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സഹിക്കാനായിട്ട് പറ്റിയില്ല ഗൗതം, ഞാൻ ഓടി വരികയായിരുന്നു. ഗൗതത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദ ഗൗതത്തിൻ്റെ റൂമിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഈ പിങ്കി ആണെങ്കിൽ ഗൗതത്തിൻ്റെ നെഞ്ചത്ത് കിടന്നിങ്ങനെ കരയുക. ഇത് കണ്ട നന്ദയ്ക്ക് തീരെ സഹിച്ചില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പിങ്കി ഗൗതത്തിൻ്റെ കൈകളിങ്ങനെ പിടിച്ചിട്ട് ഒരു ഉമ്മയും കൊടുക്കുകയാണ്. ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് സഹിക്കാൻ പറ്റില്ല. നന്ദ തൻ്റെ സ്വന്തം താലി കയറി പിടിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നേരെ ഹാളിലേക്ക് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഹാളിലേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അങ്ങനെ നമ്മുടെ ഗൗതത്തെ കാണിക്കണം. അപ്പോൾ ഗൗതത്തിന് കുറച്ച് ഓർമ്മയൊക്കെ വരികയാണ്. അപ്പോൾ ഓർമ്മയൊക്കെ വന്ന് ഇങ്ങനെ എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആ പിങ്കി എപ്പോൾ വന്ന്? ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ഗൗതം, ഇതെന്താ ഗൗതം സംഭവിച്ചത്? എന്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഏതായാലും ഗൗതത്തിന് ഒരു ആപത്തും വരത്തില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്കൊരു കുഴപ്പമില്ലെന്നേ, ഡോക്ടർ വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം ചെയ്തു. പിങ്കി എനിക്ക് കുറച്ച് വെള്ളം എടുത്ത് തരാമോ എന്ന് ചോദിക്കാം, ഞാനിപ്പോൾ വെള്ളം എടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അങ്ങോട്ട് പോവുക. ആ പിങ്കി പോയ സമയം കൊണ്ട് നമ്മുടെ ഗൗതം ആണെങ്കിൽ പതിയെ നന്ദ എവിടെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുകയാണ്. പക്ഷെ അപ്പോഴാണ് നിർമ്മലിൻ്റെ വരവ്. അപ്പം നിർമ്മൽ നോക്കുമ്പോൾ നന്ദ ഇപ്പം തലകറങ്ങി വീഴുന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. നന്ദയെ കണ്ട ഉടനെ തന്നെ നിർമ്മൽ ഓടി ചെന്നിട്ട് അയ്യോ നന്ദ എന്തു പറ്റി നന്ദ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് നിർമ്മൽ നന്ദയെ. ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ ഗൗതവും. അപ്പോൾ ഗൗതം ആകെ തെറ്റിദ്ധരിച്ചു. കാരണം ആ ഒരു ഗുണ്ട പറഞ്ഞ കാര്യങ്ങളാണ് ഗൗതത്തിൻ്റെ മനസ്സിൽ. നിർമ്മൽ എന്ന് പറഞ്ഞൊരു ലോറി ഡ്രൈവറാണ് ഇപ്പോൾ നന്ദയെ വെച്ചുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ വെപ്പാട്ടിയാണ് നന്ദ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അവിടെ ആലോചിക്കുകയാണ് ഗൗതം. ഇതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഞാൻ കേട്ടത് മുഴുവനും സത്യമാണല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ നിൽക്കാനായിട്ട് ഗൗതം തയ്യാറായില്ല. ഗൗതം നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നന്ദയുടെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് കുറച്ച് വെള്ളമൊക്കെ വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്താ നന്ദ, ഇതെന്താ പറ്റിയത്? നിർമ്മൽ, നമ്മൾ വിചാരിച്ചതുപോലെ സത്യങ്ങളാണ്, എല്ലാം കറക്റ്റായിരുന്നു. എന്ത് കറക്റ്റ്? പിങ്കി വന്നായിരുന്നു ഇവിടെ. പിങ്കി ആഗ്രഹിച്ചതുപോലെ തന്നെ പിങ്കിക്ക് ആ ജീവിതം കിട്ടി. എന്ത് ജീവിതം? ഗൗതം സാറിനെ ആഗ്രഹിച്ചതായിരുന്നോ പിങ്കിക്ക് ഗൗതം സാറിനെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിന് മുമ്പുള്ള ആഗ്രഹം തന്നെയാണ്. പക്ഷേ വിധി ഞങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിച്ചത് എന്ന് നന്ദ തുറന്നടിച്ച് പറയുകയാണ്. ഇപ്പോൾ അവളുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. ഗൗതത്തെ ഭർത്താവായി കിട്ടി. ഗൗതം സാറിൻ്റെ മകൻ്റെ അമ്മയായി ഇപ്പം അവളതെ
ഇവിടെ ഗൗതം സാറിൻ്റെ ഭാര്യയായിട്ട് വാഴുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിനും ആകെ സങ്കടം സഹിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ ബൈ.